ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടോ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. തിരിച്ചൊന്നോട് പറഞ്ഞാടി, എന്റെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. നാം എന്ത് ചെയ്യണം? കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകുവേൻ. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വേലയിൽ നാം വർദ്ധിച്ചു വന്നാൽ എനിക്കും നിങ്ങൾക്കുമുള്ള റിവാർഡ്സ് എന്താ? ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയും, those who are wise, അവരെന്ത് ചെയ്യുന്നവരായിരിക്കും? അവര് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ നേടുന്നവരായിരിക്കും. ദ ഫസ്റ്റ് പോയിന്റ്, ആത്മാക്കളെ ആദായപ്പെടുത്തുന്ന ഒരു മെന്റാലിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ആർക്കുപോലും അത്ഭുതപ്പെടുത്തുവാൻ സാധിക്കുന്ന ആർക്കൊരു ജ്ഞാനത്തിന്റെ ഉടമയായിട്ട് എനിക്കും നിങ്ങൾക്കും മാറ്റപ്പെടുവാൻ സാധിക്കും. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തിന്റെ ദൈവം ജ്ഞാനത്തെ ഭോഷത്വമാക്കി. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല വാസ്തവത്തിൽ ജ്ഞാനം. പിന്നെയോ ദൈവിക ജ്ഞാനമാണോ യഥാർത്ഥമാർക്ക് ജ്ഞാനമെന്ന് പറയുന്നത്? ആത്മാക്കളെ നേടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തില് അവർ ദൈവകൃപയിൽ തന്നെ നടക്കുന്നവരായിരിക്കും. ഞാൻ വരുന്നുണ്ട് ആ വിഷയത്തിലേക്ക്. അതുകൂടെ അവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ജ്ഞാനിക്ക് മാത്രമേ ആത്മാക്കളെ ആദായപ്പെടുത്തുവാൻ പറ്റത്തുള്ളൂ, ഹൃദയങ്ങളെ നേടുവാനായിട്ട് സാധിക്കത്തുള്ളൂ.